ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തിറക്കി നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ബി. കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ മോദി ഇന്ന് മാരത്തൺ പ്രചാരണമാണ് നടത്തുക. പരമാവധി സീറ്റുകളിൽ വിജയിക്കുകയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 2014-ലും 2019-ലും വലിയ വിജയത്തോടെ അധികാരത്തിലെത്തിയെങ്കിലും കേരളത്തിൽ നിന്നും ഒരു MP പോലും BJPക്ക് ലഭിച്ചില്ല. ഇത്തവണ മോദി ഗ്യാരണ്ടി ഉയർത്തി പ്രധാനമന്ത്രിയുടെ വരവിലൂടെ നേട്ടം കൊയ്യാനാണ് BJPയുടെ നീക്കം. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണ് കേരളത്തിലേത്. അതും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ പത്തനംതിട്ടയിൽ. പാർട്ടി A ക്ലാസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്തോ തൃശൂരിലോ പ്രചാരണം ആരംഭിക്കാതെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് പിന്നിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടിയാണ് ലക്ഷ്യം. PC ജോർജ് മത്സരിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി അനിൽ ആന്റണി കളത്തിലിറങ്ങിയത്. BJPയിൽ നിന്നും അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ അടുപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ LDFും UDFും സ്വീകരിച്ച നിലപാട് മുതൽ ഒടുവിലത്തെ ഇന്തിഫാദ വിവാദം വരെ മണ്ഡലത്തിൽ BJP പ്രചാരണമാക്കുന്നുണ്ട്. തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയുമായുള്ള തർക്കത്തിൽ AIADMK മുന്നണിയിൽ നിന്ന് പുറത്തുപോയതോടെ ദ്രാവിഡ മണ്ണിൽ BJPയുടെ നില പരുങ്ങലിലാണ്. ഒപ്പമുള്ള ചെറുകക്ഷികളെ കൂട്ടുപിടിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിരിക്കും BJPയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PMKയെയും നടൻ വിജയകാന്തിന്റെ DMDKയെയും മുന്നണിയുടെ ഭാഗമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. നടൻ ശരത് കുമാറിന്റെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷിയെ BJP സഖ്യത്തിലെത്തിക്കാനായതാണ് തമിഴ്നാട്ടിൽ ഒടുവിൽ കണ്ട രാഷ്ട്രീയ നീക്കം. BJPക്ക് സ്വാധീനമുള്ള കന്യാകുമാരിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA വിജയധരണിയെ പാർട്ടിയിൽ എത്തിക്കാനായതും നേട്ടമാണ്. BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് തെലങ്കാന. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രചാരണത്തിന് പിന്നാലെ തെലങ്കാനയിലെ ബീഗംപേട്ടിലേക്കാണ് മോദി എത്തുക. വൈകിട്ട് ഇവിടെ റോഡ് ഷോ നടക്കും. രാത്രിയിൽ രാജ്ഭവനിലാണ് പ്രധാനമന്ത്രിക്ക് താമസമൊരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച നാഗർകുർണൂലിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. ഞായറാഴ്ച BJP TDP ജനസേന സംയുക്ത സമ്മേളനത്തിലും മോദി പങ്കെടുക്കും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.